നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്കൊന്ന് നോക്കാം. ഒരു നല്ലപോലെ തുരുമ്പെടുത്തിട്ട് ഈ പാത്രം നമുക്ക് വിനാഗിരി ഉപയോഗിച്ച്, വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. വിനാഗിരി ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതിനെ തുരുമ്പ് മുഴുവൻ കളയാമെന്നാണ് നമുക്കിന്ന് നോക്കുക. ഈ പാൻ നിങ്ങൾ നോക്കുക, മുഴുവൻ തുരുമ്പെടുത്തേക്കാണ്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മുഴുവൻ തുരുമ്പാണ്. ഇവിടെ ഈ പാത്രം നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെ ഏകദേശം ഇതുപോലെ തന്നെ ഇരുന്നൊരു പാത്രമാണിത്. ഞാനിത് ഈ വിനാഗിരി ഉപയോഗിച്ച് ക്ലീൻ ആക്കിയ ശേഷമുള്ള രൂപമാണ് ഈ കാണുന്നത്. ഇത് എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഇത് കാസ്റ്റ് അയണാണ്. കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ എങ്ങനെ തുരുമ്പ് കളയാമെന്നാണ് നോക്കുന്നത്. ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. ഇതിന് ഞാനിപ്പോൾ ഒരു പാത്രം അടിയിൽ വെച്ചിരിക്കുകയാണ്, കാരണം ഈ വിനാഗിരി തുളുമ്പി പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കേണ്ടത് തന്നെ സിന്തറ്റിക് വിനാഗിരിയാണ്. നോക്കുക, സിന്തറ്റിക് വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത്. സിന്തറ്റിക് വിനാഗിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ അസറ്റിക് ആസിഡും വെള്ളവും ചേർന്ന ഒരു മിക്സറാണിത്. നാച്ചുറൽ വിനാഗിരി ഇതിന് യൂസ് ചെയ്യാതിരിക്കേണ്ടതല്ല. നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ നേരെ ഈ പാൻ നിറയെ വിനാഗിരി ഒഴിക്കുക. തുരുമ്പ് ഉള്ള എല്ലാ ഇടവും എത്തുന്ന വിധം വിനാഗിരി ഒഴിക്കുക. അങ്ങനെ ഒരു കുപ്പിയോളം വിനാഗിരി ഉണ്ടായിരുന്നു, ഇത് മുഴുവൻ ഒഴിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു ദിവസം മുഴുവൻ, പറ്റുമെങ്കിൽ ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ മിനിമം ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ പ്ലേറ്റ് നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചിരുന്ന പാത്രമാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും, തുരുമ്പെല്ലാം ഇളകിയിട്ടുണ്ട്. അതുകൊണ്ടോ പൊടിയായിട്ട് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, പൊടിയായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇളക്കിയാൽ പോലും ഇളകുന്ന രീതിയിൽ അതും ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അത് നോക്കൂ. അത് മാത്രമല്ല, ഇതിനടിയിൽ, ഈ പ്ലേറ്റിൻ്റെ അടിയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പയ്യൊന്ന് ഉയർത്താൻ ശ്രമിക്കാം. ഇവിടെ ഒരുപാട് തുരുമ്പ് ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒറ്റ കൈ കൊണ്ട് ക്യാമറയും ഇതോടെ പിടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും കണ്ട, ഒരുപാട് തുരുമ്പ് ഇവിടെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്രബ്ബർ, അതായത് നമ്മുടെ അടുക്കളയിലൊക്കെ ഉണ്ട് ഈ സാധനം, ഇത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് തുടക്കി നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കുക. ഓക്കെ, നമുക്ക് എന്നിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നല്ലപോലെ സ്ക്രബ്ബർ ഇട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അത് നോക്കൂ, ആ പ്ലേറ്റിലുണ്ടായിരുന്ന ചെളി മുഴുവൻ, ആ തുരുമ്പ് മുഴുവൻ, ചെളിയും തുരുമ്പും എല്ലാം ഇതിലേക്ക് വന്നിട്ടുണ്ട്. ആ പ്ലേറ്റ് നോക്കൂ. ഇപ്പോഴും നിങ്ങൾക്ക് കുറച്ച് ഇതിൽ തുരുമ്പെടുത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഈ പഴയ ഇതെല്ലാം കളഞ്ഞിട്ട് വീണ്ടും ഈ പ്ലേറ്റിൽ വീണ്ടും കുറച്ച് പുതിയ വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം കൂടെ, ഒരു ദിവസം കൂടെ നമുക്ക് വയ്ക്കാം. അപ്പോഴേക്ക് ഈ മുകളിലുള്ള തുരുമ്പ് മുഴുവൻ ഇളകി കിട്ടും. നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ പാത്രം, ഈ പാൻ അനക്കാതെ വെച്ചിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ പാത്രം പയ്യൊന്ന് അനക്കാണ്. ഇതേ നോക്കുക, തുരുമ്പെല്ലാം തനിയെ റിലീസായിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി തുരുമ്പെല്ലാം നോക്കുക, എല്ലാം പീൽ ചെയ്ത് പോരുന്നുണ്ട് തന്നെ. അപ്പോൾ കൈ കൊണ്ട് ആണെങ്കിൽ പോലും തുരുമ്പാണിത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിനെ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, 24 മണിക്കൂർ വെച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഓക്കെ, നമ്മൾ നല്ലപോലെ ക്ലീൻ എടുത്തിരിക്കുകയാണ് ഈ പാത്രം. നോക്കുക, എല്ലാ തുരുമ്പും, കംപ്ലീറ്റ് തുരുമ്പും പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ പാത്രം നല്ലപോലെ ഒന്ന് ചൂടാക്കി എണ്ണ തേച്ച് പിടിപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. നോക്കുക, ഇന്നലെ ഈ സർഫസിലുണ്ടായിരുന്ന തുരുമ്പും ഇന്നത്തെ കൊണ്ട് മുഴുവൻ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പാത്രം സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നല്ലപോലെ പാത്രം ചൂടാക്കുക, എന്നിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് വയ്ക്കുക. നല്ലപോലെ ചൂടാക്കി എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം ഇനി കേടുകൂടാതെ ഇരുന്നോളും. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് നന്ദി.